അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷാഹുൽ ഹമീദ്, എൻ്റെ കൂടെ ഷാനു, സാരിഫ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും റെസ്പോണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, കുറച്ച് നാളായി നമ്മളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, അതായത് ആരെങ്കിലൊക്കെ അദ്ദേഹമായിട്ട് നമ്മളിൽ ആരെങ്കിലൊക്കെ സംവാദത്തിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ സ്റ്റേജിൽ വെച്ച് ഒന്നിനു പോകും എന്നൊക്കെ അദ്ദേഹം ലൈവിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ പ്രധാനമായും പറയാനുള്ളത്, നമ്മളൊക്കെ സാധാരണ ഒന്നിന് പോകാറുള്ളത് ടോയ്ലറ്റ് കാണുമ്പോഴാണ്. പുള്ളിയെ കണ്ട ഉടനെ എല്ലാവരും ഒന്നിന് പോകണം എന്ന് പറയുന്നത് പുള്ളി സ്വയം ഒരു ടോയ്ലറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ അത്രമാത്രം മണ്ടൻ കോൺഫിഡൻസ് അദ്ദേഹം കൊണ്ട് നടക്കുന്നതെന്ന് മാത്രമല്ല, ഈയൊരു കോൺഫിഡൻസ് സ്റ്റേജുകളിലും ഒരു നാണവുമില്ലാതെ അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളതാണ്. എന്ത് മണ്ടത്തരം പറയുമ്പോഴും ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ജസ്റ്റ് പിന്നെ അതിനുള്ളൊരു ഉദാഹരണമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഫക്കു റഖബ എന്ന് മക്കയിൽ അവതരിച്ചതാണ്. മദീനയിൽ അതിന് സാങ്കത്യമില്ല എന്ന് പറയാൻ പറ്റില്ല, അതെല്ലാ കാലത്തേക്കുള്ളതാണെന്നാണ്. അതുവഴി അടിമത്തമോചനം പുണ്യമാവുകയും മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി അടിമകളെ മോചിപ്പിക്കുകയും ചെയ്യുക വഴി സ്വർഗപ്രവേശനത്തിന് സാധ്യതയുള്ള ഒരു വസ്തുവാണ് അടിമമോചനമെങ്കിൽ നിങ്ങൾക്ക് അടിമനെ മോചിച്ച് സ്വർഗത്തിൽ പോണ്ടേ? സഹാബികൾക്ക് മാത്രം പോയാൽ മതിയോ? ഞാൻ ഉത്തരം പറയാം. ഇസ്ലാമിലെ അടിമത്ത മോചനത്തിലൂടെ സ്വർഗം നേടാനുള്ള അവകാശം സഹാബികൾക്ക് മാത്രം മതിയോ? നമുക്കൊന്നും വേണ്ടേ? നമുക്ക് ആ വഴി സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് വേണം? അടിമ വേണം. ഖുർആനിൽ പല പ്രശ്നങ്ങൾക്കും പ്രായശ്ചിത്തമായിട്ട് പറഞ്ഞത് മുസ്ലിമായ അടിമയെ മോചിപ്പിക്കുക എന്നാണ്. അതെ, ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അടിമ മോചനത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കൂ എന്നാണ് ലിയാഖത്ത് അലി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ലിയാഖത്ത് ഈ സ്വഭാവത്തിൽ സംസാരിക്കുന്നത്. അതായത് ചോദ്യകർത്താവ് ചോദിക്കുന്ന ഇതാണ്, ഫക്കു റഖബ, അടിമയുടെ മോചനം എന്ന സ്വഭാവത്തിലുള്ള ഖുർആൻ വചനം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആൻ വചനം ഉണ്ട്. എന്ന് മാത്രമല്ല, ആ ഖുർആൻ വചനം സംസാരിക്കുന്നത് തന്നെ മനുഷ്യർ മുറിച്ചു കിടക്കേണ്ട മലമ്പാതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്, മനുഷ്യർ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത്. അവിടെ പട്ടിണിയുടെ നാളിൽ അനാഥകൾക്ക്, അതുപോലെ തന്നെ പിന്നെ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധുക്കൾക്ക് അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അടിമയുടെ മോചനം എന്ന് പറയുന്നത്. അടിമയുടെ മോചനം എന്ന് പറയുന്നത് അവിടെയും മറ്റു പലയിടത്തും ഖുർആൻ ആവർത്തിക്കുന്ന, പ്രവാചകൻ പ്രായോഗികമായി ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള അത്രയും ഇസ്ലാമിൻ്റെ ഒരു പിന്നെ ജസ്റ്റിസ് എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാന സ്വഭാവവുമായി യോജിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ അത് സ്വർഗപ്രവേശനത്തിന് മാർഗമാകുന്ന ഒരു പുണ്യകർമ്മമാണല്ലോ എന്ന സ്വഭാവത്തിൽ സംസാരിക്കുമ്പോൾ അതിന് ലിയാഖത്ത് പറയുന്നത്, അങ്ങനെ അടിമയെ മോചിപ്പിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെവിടെ ആദ്യം അടിമ വേണ്ടേ? അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ അടിമയുണ്ടാകും. അപ്പോൾ അടിമയില്ലാതെ ഇസ്ലാമിൽ സ്വർഗത്തിൽ പോക്കും നടക്കില്ല. അടിമയില്ലാതെ ഇസ്ലാമിൻ്റെ പിന്നെ ഈ നിയമങ്ങളും മറ്റൊന്നും തന്നെ നിലനിൽക്കില്ല എന്നുള്ള ഒരു മണ്ടയുക്തിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവർക്കും എന്താണ് തോന്നുന്നത്? വളരെ വിചിത്രമായൊരു ലോജിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആയത്തിൽ തന്നെ നമ്മൾ പിന്നീട് കാണുന്ന സമയത്ത് പലതും പറയുന്നുണ്ട്. അതായത് അടിമയെ മോചിപ്പിക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഭീകരമായിട്ടുള്ള വിശപ്പുണ്ടാകുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ വിശപ്പല്ല, അതിഭീകരമായ സീവിയർ ഹങ്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ ലിയാഖത്തിൻ്റെ ലോജിക്ക് പ്രകാരം നമ്മളൊരാളെ പട്ടിണി കിട്ടിട്ട് വേണം അല്ലേ? ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഫ്യൂച്ചറിൽ സം കൈൻഡ് ഓഫ് റിസോഴ്സസ് ഒക്കെ കിട്ടി, ഫുഡൊക്കെ കിട്ടി, അങ്ങനെ ആരും പട്ടിണി കിടക്കാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ലിയാഖത്തിൻ്റെ ലോജിക്ക് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ആളുകളെ പിടിച്ചിട്ട് പട്ടിണി കിട്ടണം. പട്ടിണി കിട്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വിശപ്പുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കണം. അതേപോലെ പിന്നെന്താണ്, ആൻ ഓർഫൻ നിയർ ഓഫ് കിൻ, റിലേറ്റീവായിട്ടുള്ള ഒരു ഓർഫനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ റിലേറ്റീവായിട്ട് ഓർഫൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ, നമുക്ക് റിലേറ്റീവായിട്ട് ഓർഫൻ ഇല്ലെങ്കിൽ ഡാഡിയും മമ്മിയെ തട്ടിക്കളയണം. എന്നിട്ട് ഓർഫനെ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സംരക്ഷിക്കണം. അപ്പോൾ എല്ലാവരും അവരുടെ റിലേറ്റീവായിട്ട് ഒരു ഓർഫൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തൽ അനിവാര്യമാണ്. അപ്പോൾ ഓർ എ പുവർ പേഴ്സൺ ലൈങ് ഇൻ ദ ഡസ്റ്റ്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനെ, മണ്ണിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ടവൻ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അപ്പം അതേപോലെ നിങ്ങൾ ക്ഷമയുള്ളവരാവണം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പാഷൻ ആവണം. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അനുകമ്പ ഉണ്ടാവണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കണം, എന്നിട്ട് അവരുടെ വിഷമം കണ്ടിട്ട് നമ്മൾ അവരോട് അനുകമ്പ കാണിക്കണം. ഇത്തരം വിചിത്രമായ ലോജിക്കാണ് മൂപ്പര് വിഷയത്തിൽ പറയുന്നത് എന്നുള്ളതാണ്.
എന്ന് മാത്രമല്ല, പിന്നെ ഇമാതിരി മണ്ടൻ രൂപത്തിലൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ, ഇന്ത്യൻ നിയമത്തിൻ്റെ വിഷയത്തിൽ പോലും ഇത് പറയാമല്ലോ. അതിപ്പോൾ ഇസ്ലാമിൻ്റെ കേസിൽ മാത്രമല്ല, അപ്പോൾ ഇന്ത്യയിൽ പിന്നെ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സഹായ നിധികളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനും അതല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ നിയമങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന ലിയാഖത്തിൻ്റെ ബുദ്ധി ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഉദാഹരണത്തിന് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ സ്വഭാവത്തിലുള്ള കുറേ സർക്കാർ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന ലിയാഖത്തിനെ സംബന്ധിച്ചുള്ള ലിയാഖത്ത് ചിന്തിക്കുന്നത് വീടില്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആളുകൾ എന്ത് ചെയ്യണം, വീട് തകർത്തിട്ട് പിന്നെ വീട് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന സ്വഭാവത്തിലുള്ള മണ്ടത്തരാണിത്. അതായത് പിന്നെ ഇവരുടെ ഒരു പ്രശ്നം, അതായത് ഇത് കാണുന്ന ആർക്കും മനസ്സിലാവും ഇവർ എന്തുകൊണ്ടാണ് ഇത്തരം നിലവാരമില്ലാതെ ചിന്തിക്കുന്നത്. അതായത് കുറ്റമുള്ളത് കൊണ്ട് കുറ്റം പറയല്ല, വിമർശിക്കാനുള്ളത് കൊണ്ട് വിമർശിക്കുന്നതല്ല, വിമർശിക്കാൻ ഒരു കാരണത്തെ ഉണ്ടാക്കിയിട്ട് അതും വെച്ചിട്ട് വിമർശിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ സാമൂഹ്യ നിയമങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് ആധുനിക രാഷ്ട്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഇതിനെക്കുറിച്ച് നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പിന്നെ അന്താരാഷ്ട്ര സംവിധാനങ്ങളുണ്ട്, ഈ യുദ്ധത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഇവിടെ എല്ലാം അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുക, അതിൻ്റെ മോട്ടീവാണ് എടുക്കുക. അപ്പോൾ ഇസ്ലാമിൽ തന്നെ മക്കാസിദ് ശരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ നോക്കുക, ഉദ്ദേശമാണ് നോക്കുക, ലക്ഷ്യമാണ് നോക്കുക. പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫറിങ്, മനുഷ്യരുടെ സഫറിങ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇസ്ലാം അവിടെ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതല്ലാതെ അനാഥകളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിമകളെ ഇല്ലാതാക്കണമെങ്കിൽ അപ്പോൾ ആദ്യം മനുഷ്യന്മാരെ പിടിച്ച് അടിമകളാക്കിയിട്ട് വേണ്ട അടിമത്വം ഇല്ലാതാക്കണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആർ യു ദാറ്റ് മച്ച് മെൻ്റലി ഇല്ല, അത്രയ്ക്കും പൊട്ടനാണ് ശരിയാക്കത്തെ. അല്ലെങ്കിൽ എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ. പുള്ളി ഇത് കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഇസ്ലാം എല്ലാ കാലത്തേക്കും ഉള്ളതാണല്ലോ, അതുകൊണ്ട് എല്ലാ കാലത്തേക്കും ഇത് ചെയ്യാൻ വേണ്ടി അടിമകൾ ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി. അപ്പം ഇസ്ലാമിന്റെ നിയമപ്രകാരം എന്ന് വെച്ചാൽ നമ്മൾ അടിമകൾ ഉണ്ടാവാൻ ആകെ ഒരു സോഴ്സ് എന്നുള്ളത് പ്രിസണേഴ്സ് ഓഫ് വാർ എന്നുള്ള രീതിയിൽ മാത്രമാക്കിയായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഇപ്പം യുദ്ധം എന്ന് പറയുന്നത് ഒരു എല്ലാ കാലത്തും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുവഴി അടിമകൾ അല്ലെങ്കിൽ പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയുള്ള നിയമമാണ് ഇത്. എന്നല്ലാതെ പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ വിഷയത്തിലൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത് അത്രയും നിലവാരമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി, അതും ഒരു എത്തിയിസ്റ്റിക് സ്റ്റാൻഡ് പോയിന്റ് നിന്ന് അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തി പിന്നെ കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അതോർത്ത് നാണിക്കണം. കാരണം അടിമത്തം എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ആൻ എത്തിയിസ്റ്റിക് ആക്ട്. അടിമത്തം എന്ന് പറയുന്നത് നാസ്തികമായിട്ടുള്ളൊരു കർമ്മമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾ അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭൗതികമായ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യുന്നത്. അത് ചൂഷണം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ പ്രവർത്തിക്കുന്നത് മനുഷ്യരുടെ ദേഹേച്ഛപരമായിട്ടുള്ള നിലപാടുകളാണ്. ഇനി ഇസ്ലാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ ഈ പറഞ്ഞതുപോലെ അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് സൽക്കർമ്മമായി കൊണ്ട് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അടിമത്വമായി ബന്ധപ്പെട്ട് അടിമ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ആ സ്വഭാവത്തിൽ ശിക്ഷിക്കുമെന്ന് പറയുന്ന പ്രവാചകൻ്റെ വർത്തമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ അടിമ എന്ന് പോലും വിളിക്കരുത് എന്ന സ്വഭാവത്തിലുള്ള പ്രവാചകൻ്റെ വർത്തമാനങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ അടിമയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്ന സ്വഭാവത്തിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അടിമയെ സമ്പൂർണ്ണമായി ഒരു വ്യക്തിയുടെ നിയന്ത്രണം മറ്റൊരു വ്യക്തിയുടെ കീഴിലാവുക എന്നുള്ളതാണ് സാധാരണയായിട്ട് ഡിക്ഷണറീസൊക്കെ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനിഷൻ ഇസ്ലാമിൻ്റെ ലോകവീക്ഷണത്തിനകത്ത് പോസിബിൾ ആവുക പോലില്ല. കാരണം സമ്പൂർണ്ണമായിട്ടുള്ള വിധേയത്വം മറ്റ് ഭൗതികമായ മറ്റു മാനുഷികമായിട്ടുള്ള ഒരു സംവിധാനങ്ങളുടെയും കീഴിലാകരുത് എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു എസെൻഷ്യൽ ഐഡിയ എന്ന് പറയുന്നത്. പ്രവാചകൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തിയോട് നിങ്ങൾ മറ്റൊരാളെ എന്ത് ചെയ്യരുത്, അടിമ എന്ന് വിളിക്കരുത്, നിങ്ങളും ഈ ഉടമയും ആരാണ്, അള്ളാഹുവിൻ്റെ മാത്രം അടിമകളാണെന്നുള്ളതാണ്. ഇനി ഇതിന് ലിയാഖത്ത് ഒരു മണ്ടൻ റെസ്പോൺസ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അടിമ എന്ന് വിളിച്ചാലും ചക്രയെന്ന് വിളിച്ചാലും ചെയ്യുന്ന കാര്യം ഒരേപോലെ അല്ലേ എന്നുള്ളത്. ഒരേപോലെ അല്ല. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരാളെ നല്ല രീതിയിൽ വിളിക്കുന്നതും സ്വാഭാവികമായും അത് അവരുടെ ഓണറിനെ, അവരുടെ അഭിമാനത്തെ വിലയിരുത്തുന്നതാണ്. അപ്പോൾ ഒരേപോലെ അല്ല, ഒരേപോലെ വിളിക്കുന്നത് ഒരേപോലെ അല്ല എന്നുള്ളത് തന്നെയാണ്. ഒരാൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ തീർച്ചയായും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് എന്താ കോമഡി എന്ന് വെച്ചാൽ, ഇവരെ നിർബന്ധിച്ച് നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, ഇവരെ നിങ്ങൾ ഫോഴ്സ് ചെയ്തിട്ട് നിർത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ചക്കരയെന്ന് വിളിച്ചാലും അടിമ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്നാണ് മൂപ്പരുടെ. നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ അവരെ ബലം പ്രയോഗിച്ച് നിർത്തുകയാണ് എന്നതാണ് മൂപ്പരുടെ വലിയ ആർഗ്യുമെൻറ്റ്. ഏതൊരു ഡിബേറ്റിൽ പറയുന്നതാണ്. ഇപ്പോൾ കൗണ്ടർ അപ്പുറത്തുനിന്ന് ചോദിച്ചു, ഈ ബലം പ്രയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസണേഴ്സ് ഓഫ് വാറിന് ജനീവ കൺവെൻഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ,
അതിനയാൾ തിരിച്ചു പറഞ്ഞ മറുപടി, പക്ഷെ അവർ നല്ല ട്രീറ്റ് ചെയ്യുന്നുണ്ട്, മോശം വർക്കൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, വളരെ റെസ്ട്രിക്റ്റഡ് മോഡലാണ് അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആദ്യം പറഞ്ഞത് എന്താ, ബലം പ്രയോഗിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്തിട്ടും കാര്യമില്ല, എന്തവരെ വിളിച്ചിട്ടും കാര്യമില്ല, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് പറയുന്നത് ജനീവ കൺവെൻഷനിൽ അവരെ ബലം പ്രയോഗിപ്പിക്കുകയും അവരെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, അവരെ ട്രീറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കോഡൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. സോ 2 സെക്കൻഡ് കൊണ്ടാണ് കാരണം ആളുടെ നിലപാട് മാറുന്നത്. അതല്ല, പിന്നെ ഒന്ന് ഈ അടിമത്തം എന്നുള്ളതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ കേസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ഒരു ക്രൈം ചെയ്ത വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള പനിഷ്മെൻറ്റുകൾക്ക് ആ വ്യക്തി ബാധ്യസ്ഥനാണ്. അപ്പോൾ ഇസ്ലാമിൽ ഈ പറയുന്ന പോലെ സ്വതന്ത്രനായ വ്യക്തികൾ അടിമയാക്കപ്പെടുന്ന വ്യവസ്ഥയ്ക്കെതിരെ സംസാരിച്ച വ്യക്തിയാണ് പ്രവാചകൻ. അപ്പോൾ അവിടെ അവശേഷിക്കുന്ന ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് പോലും ആ കാലഘട്ടത്തിൽ അവശേഷിപ്പിച്ചത് പോലും ഇങ്ങനെ ക്രൈം ചെയ്യുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പിടിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അവിടെ തന്നെ ആ വ്യക്തികൾക്ക് പുറത്തു പോകാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്, ആ വ്യക്തികളെ കൊണ്ട് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ മുക്കാത്തബ പോലുള്ള അവസരങ്ങളുണ്ട് എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കുറപ്പ് ഈ ജനീവ കൺവെൻഷൻ്റെയൊക്കെ കേസ് പറയുമ്പോൾ അതിലേക്കുള്ള ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൗതികമായ മാനസികമായിട്ടുള്ള നമ്മുടെ നിർമ്മിതികളുടെയൊക്കെ പരിമിതി എന്ന് പറയുന്നത് അത് എങ്ങനെയും മാറാം. അതായത് ഈ മനുഷ്യർ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബോഡീസാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ വിഷയത്തിൽ പോലും അമേരിക്ക പോലുള്ള ഒരു പൊളിറ്റിക്കൽ പവർ നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ പവറുള്ള ആളുകൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണോ അതാണ് ജസ്റ്റിസ് എന്ന സ്വഭാവത്തിൽ സാമൂഹ്യ ക്രമം മാറുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. അതെ, നമുക്കറിയാം ഇസ്രായേൽ എങ്ങനെയാണ് അവരുടെ പ്രിസണേഴ്സ് ഓഫ് വാറിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അതിക്രൂരമായിട്ടാണ്. ഇവിടെ ഈ നിയമങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ സ്വാഭാവികമായും ഇവർക്കറിയാം ഇവരെ പ്രിസണേഴ്സ് ഓഫ് വാറിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ, ലൈക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാവും എന്നവർക്കറിയാം. കാരണം ദൈവത്തിൽ അവർക്കുള്ള വിശ്വാസം കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രശ്നമില്ല. കാരണം പൊളിറ്റിക്കലി അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നവർക്കറിയാം, അവർക്ക് എന്തും ആവാം. അതെ, അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ ഡോമിനന്റ് പവർ എന്ന് പറയുന്നത്. അവർ തീരുമാനിക്കുന്നത് എന്താണോ, അവർ കയ്യിൽ പണമുള്ളവർ അല്ലെങ്കിൽ അധികാരമുള്ളവർ തീരുമാനിക്കുന്നത് എന്താണോ അതാണ് ജസ്റ്റിസ് എന്ന് വരുന്നിടത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കൂട്ടക്കുരുതികൾ നടത്തുന്ന, ഈ പറഞ്ഞ പോലെ ജനസൈഡുകൾ നടത്തുന്ന ആളുകൾക്ക് പോലും അത് അവരുടെ ശരിയായി അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ അത് അവരുടെ ശരിയായി വ്യാഖ്യാനിക്കാവുന്ന ഒരു നിലം ഈ നാസ്തികത നൽകുന്നുണ്ട്, ഭൗതികവാദം നൽകുന്നുണ്ട്. കാരണം മനുഷ്യൻ തീരുമാനിക്കുന്നത് എന്താണോ അതാണ് ശരി, മനുഷ്യർ വ്യക്തികൾ അവരുടെ ഒപ്പീനിയൻസിനനുസരിച്ച് മാറുന്നതാണ് ശരി എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിൽ പോലും നമ്മൾ കാണുന്നതാണ്, രവിചന്ദ്രൻ ഉൾപ്പെടുന്ന ഈ ആരിഫ് ഹുസൈൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയും പച്ചയായ വംശഹത്യ കൺമുമ്പിൽ കണ്ടിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ തോന്നലുകൾ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലാഭങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തോടുള്ള വിദ്വേഷം ഇതിൻ്റെയൊക്കെ പുറത്ത് അവർ നിർവചിക്കുന്നതാണ് ജസ്റ്റിസ് എന്ന് വരുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ അനീതികളെല്ലാം തന്നെ നിലനിൽക്കുന്നത് പോലും. ഇനി ഇസ്ലാമിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുക, അവിടെ ആളുകൾ എന്ത് പറയുന്നു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പിന്നെ നെതന്യാഹുവിനൊന്ന് പറയാം, ട്രംപിനൊന്ന് പറയാം, അല്ലെങ്കിൽ ട്രംപിന് ഇനിയിപ്പോൾ നാളെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും ന്യൂക്ലിയർ വെപ്പൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യാം. അപ്പം അവിടെ ഭൗതികതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശരിതെറ്റുകളാണ് എന്നുണ്ടെങ്കിൽ അത് ട്രംപിൻ്റെ തീരുമാനത്തിൽ ഒതുങ്ങി നിന്നു. അതേസമയം ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആളുകൾ തീരുമാനിക്കുന്ന എന്ത് എന്നുള്ളത് വിഷയം തന്നെയല്ല, മറിച്ച് ട്രംപ് തീരുമാനിക്കുന്നതിനും നെതന്യാഹു തീരുമാനിക്കുന്നതിനും മറ്റു ഏത് പവർ കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നതിനും അപ്പുറമുള്ളതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് ഏത് വ്യക്തി ലംഘിക്കുന്നു, ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി അതിന് മറുപടി പറയേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ അനുസരിച്ചുകൊണ്ട് അതിനെ പിന്നെ വിധേയപ്പെട്ടുകൊണ്ടും ഉള്ള ഒരു ലോകക്രമം മാത്രമാണ് ഇസ്ലാമിക വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സംഭവിക്കുള്ളൂ. അപ്പോൾ ഇവിടെ വ്യക്തികൾ അവർക്ക് തോന്നുന്നത് പോലെ ഇൻജസ്റ്റിസ് ചെയ്യുന്ന ഒരു ലോകവീക്ഷണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലി നാസ്തികതയിൽ അധിഷ്ഠിതമായ സംഭവമാണ്. ഇസ്ലാമിൻ്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിസിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള ഒരു ലോകവീക്ഷണമേ സാധ്യമാവുകയുള്ളൂ. അവിടെ അടിമത്തത്തിൻ്റെ വിഷയമൊക്കെ പറയുമ്പോൾ അതൊക്കെ വളരെ ഉപരിവിപ്ലവമായിട്ടുള്ള വിവരക്കേടുകളാണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്ലാമിൻ്റെ ഈ പറയുന്ന പോലെ ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾ നിലനിൽക്കുക എന്ന് പറയുന്നത്, അപ്പോൾ എത്തിക്സിൻ്റെ വിഷയത്തിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ഹൈറാർക്കി ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ മോറൽസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ റൂൾസ് എല്ലാം ശരിക്കും ആ റൂൾസിലല്ല വാല്യൂസ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാഫിക് നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, ആ പറഞ്ഞ ധാർമ്മികമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ശരിക്കും അതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു വാല്യൂവിനെ
സേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പിന്നെ ക്രിമിനൽ ലോസ് ഉണ്ടാക്കുന്നത് അത് ശരിക്കും ഹാം പ്രിൻസിപ്പിളിൽ ഡിപ്പെൻഡഡ് ആണ് ആ ലോ എന്ന് പറയുന്നത്. അതായത് മറ്റു വ്യക്തികൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് മോശമാണ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹാം പ്രിൻസിപ്പിൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രശ്നമാണ്. ഇനി എന്തിനു വേണ്ടി നമ്മൾ ഹാം പ്രിൻസിപ്പിൾ എടുക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എ ബെറ്റർ വേൾഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതുപോലെ തന്നെ ജസ്റ്റിസിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡ് ചെയ്യണം. എന്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം? അതൊരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കാൻ, ഒരു സഫറിങ് കുറഞ്ഞിട്ടുള്ള ഒരു ലോകക്രമം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കും. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് ഇത്തരം വാല്യൂസിൽ ഡിപ്പെൻഡഡ് ആണ്. ഇത്തരം വാല്യൂസ് എന്തിനു വേണ്ടി നമ്മൾ ഇത്തരം വാല്യൂസിനെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിന് ശരിക്കും മറുപടി ഉണ്ടാകുന്നത് ഒരു ദൈവം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. എന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ എത്തിക്കൽ ഫിലോസഫീസിനെ എല്ലാം ഇസ്ലാം കൈകാര്യം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ റൂൾസിൻ്റെ വിഷയത്തിൽ ഇസ്ലാം സാധാരണ എത്തിസ്റ്റുകൾക്ക് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. ഇസ്ലാം എന്തുകൊണ്ട് അത് ഹറാമാക്കി, എന്തുകൊണ്ട് ഇത് ഹലാലാക്കി, എന്തുകൊണ്ട് മദ്യം അങ്ങനെ ആക്കി എന്നൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള റൂൾസ് ഉണ്ടെന്ന് മാത്രമല്ല, ആ റൂൾസിനെ കൈകാര്യം ചെയ്യുന്ന ബേസിക് മോറൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ലാ ദററ വലാ ദിറാർ, നിങ്ങൾ സ്വന്തത്തിനും മറ്റുള്ളതിനൊന്നും തന്നെ ഉപദ്രവം ഉണ്ടാക്കരുത്. ഹാമിനെ നിരോധിച്ചുകൊണ്ടുള്ള, സഫറിങ്സിനെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനമാണ്. ദർ ഇസ് എ ഇസ്ലാമിക് വേർഷൻ ഓഫ് ഹാം പ്രിൻസിപ്പിൾ. ഇവർ ഈ പറയുന്ന ലിബറൽ വേർഷൻ അല്ല, ലിബറൽ ഹാം പ്രിൻസിപ്പിൾ അല്ല. അതേസമയം ഈ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിന് ഇസ്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബെറ്റർ വേൾഡിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർക്ക് എളുപ്പമുള്ള ലോകക്രമത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന സ്വഭാവത്തിലുള്ള ഖുർആൻ വചനം കാണാൻ കഴിയും. എന്നതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, 2 മാർഗ്ഗങ്ങൾ പ്രവാചകൻ്റെ മുമ്പിൽ എത്തുമ്പോൾ പ്രവാചകൻ അതിൽ എളുപ്പമുള്ളതിനെയായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്ന സ്വഭാവത്തിൽ കാണാം. ഇത് എക്സാക്ട്ലി നമ്മുടെ ഇപ്പോൾ ഈ കോവിഡ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു എത്തിക്കൽ വേ ആണ്. അതായത് ഏത് തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിൻ്റെ സഫറിങ്സ് കുറയുന്നത്, ബുദ്ധിമുട്ട് കുറയുന്നത്, ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാകുന്നത്, അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെല്ലാം അനുകൂലമായി നിൽക്കുന്ന, അതുപോലെ തന്നെ ജസ്റ്റിസ് എന്നുള്ളതിന് അതിൻ്റെ ഫണ്ടമെൻ്റൽ കോറായി പരിചയപ്പെടുത്തുന്ന, ഇപ്പോൾ കൂനു ഖവാമിന ബിൽ ഖിസ്ത്, യു സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് ആൻഡ് ഷുഹദാ അലില്ല, അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവുക എന്ന് പറയുന്നതൊക്കെ ഇസ്ലാമിൻ്റെ കോർ ബിലീഫാണ്. എന്ന് മാത്രമല്ല, മനുഷ്യരെ ഖലീഫമാരാക്കി എന്ന് പറയുന്ന ഖുർആൻ വചനം അതിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ ഖലീഫയുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന സ്വഭാവത്തിൽ ഖുർആൻ പറയുന്നത് ഭൂമിയിൽ നീതിയെ, ജസ്റ്റിസിനെ സ്ഥാപിക്കുക എന്ന സ്വഭാവത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മൊറാലിറ്റിയുടെ നമ്മുടെ ഏത് മോറൽ പ്രിൻസിപ്പിൾസിനെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ഏറ്റവും കോറായിട്ടുള്ള, ഏറ്റവും ഫണ്ടമെൻ്റൽ വാല്യൂസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ വളരെ കോറായി കൊണ്ടു നടക്കുന്ന ഒരു ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ ലോകവീക്ഷണമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ കീഴിൽ ഇപ്പോൾ നമ്മൾ ഈ ഗോൾഡൻ ലോ എന്ന് വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി എന്താഗ്രഹിക്കുന്നുവോ അത് തന്നെ അന്യന് വേണ്ടിയും ആഗ്രഹിക്കുക. എന്നിട്ട് ഇവർ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും തന്നെ ആക്രമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ ആക്രമിക്കരുത്. നിങ്ങൾ ഒരിക്കലും തന്നെ, ശരിക്കും പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസൊക്കെ പ്രവാചകൻ പറയുന്ന പല സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, പ്രവാചകൻ ഒരിടത്ത് പറയുന്നുണ്ട്, നീ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരന് വേണ്ടി ആഗ്രഹിക്കാത്തിടത്തോളം നീ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് മാത്രം. അപ്പോൾ പറയുന്നത് സഹോദരൻ എന്ന് പറയുമ്പോൾ അതൊക്കെ ഇസ്ലാമിനകത്ത് മാത്രമുള്ളൊരു സാഹോദര്യത്തെക്കുറിച്ചല്ലേ. ഒന്ന് പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡിൽ വിശ്വസിക്കുന്ന ഐഡിയോളജിയാണ്. അതായത് എല്ലാവരും ആദമിൻ്റെ സന്തതികളാണ് എന്ന അർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ള ഒരു ആശയം ഇസ്ലാം പറയുന്നു. എന്നതിനപ്പുറത്തേക്ക് ഇതേ ഹദീസിൽ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റൊരിടത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, തനിക്ക് ആഗ്രഹിക്കുന്നത് തന്നെ തൻ്റെ സഹോദരനെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് പോലെ തനിക്ക് ആഗ്രഹിക്കുന്നത് തൻ്റെ അയൽക്കാരന് വേണ്ടിയും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇസ്ലാമിൽ വളരെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ആ മുസ്ലിമായിട്ടുള്ള അയൽവാസി എന്നുള്ളത്. ഇസ്ലാം പിന്നെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മുസ്ലിങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതുപോലെ തന്നെ സ്വന്തത്തെ പോലെ തന്നെ അന്യനെയും കൺസിഡർ ചെയ്യുക എന്ന് പറയുന്ന ഈ ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന അത്തരം ദി ഗ്രേറ്റസ്റ്റ് പ്രിൻസിപ്പിൾസ് പോലും നമുക്ക് ഇസ്ലാമിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെയുള്ളിടത്താണ് ഇമാതിരി അടിമത്തം പോലുള്ള അതെന്തുകൊണ്ട് സംഭവിച്ചു, അതിൻ്റെ നെസസിറ്റീസ് എന്തായിരുന്നു, അതിൻ്റെ ഇപ്പം കോൺസിക്വൻഷ്യലിസം എന്നൊക്കെ നമ്മൾ പറയും, ദി കോൺസിക്വൻസ് ഓഫ് എൻ ആക്ട് വിച്ച് മേക്ക് സംതിങ്. അല്ല, ഇവിടെ തന്നെ ഇപ്പം മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ വിളിച്ചിട്ട് കാര്യമില്ല. ചക്കരയെന്ന് വിളിച്ചാലും അടിമയെന്ന് വിളിച്ചാലും നമ്മൾ ചെയ്യുന്ന രീതി സാധനം ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് ഈ പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് വിളിച്ചാലും സ്ലേവ് എന്ന് വിളിച്ചാലും സംഭവം തന്നെയല്ലേ. പേര് മാറ്റി വിളിച്ചത് കൊണ്ട് അത് മാറുന്നില്ലല്ലോ.
സോ അതും ഒരു കോൺട്രഡിക്ഷനാണ്. കാരണം പ്രിസണേഴ്സ് വാർ ഓക്കെ ആവുകയും സ്ലേവറി ഓക്കെ ആവാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പേര് മാറ്റി വിളിച്ചപ്പോൾ എല്ലാം ഓക്കെ ആയി എന്നവിടെ. എന്നാൽ ഇപ്പുറത്ത് അത് മാറ്റി പറയുകയും ചെയ്യുന്നു. അതേപോലെ അവരെ ബലം പ്രയോഗിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല, അവരോട് നല്ല ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ക്ലോസ് അവിടെ ഉണ്ട്. കണ്ടീഷണൽ ആയതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇവിടെ എന്ത് കണ്ടീഷനായാലും പറ്റില്ല, നമുക്ക് സ്ലേവറി പറ്റില്ല. സ്ലേവറിക്ക് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അവരെ പ്രയാസപ്പെടുത്തി വർക്ക് ചെയ്യിക്കാൻ പാടില്ല, അവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഴിക്കുന്ന അതേ വസ്ത്രം അവർക്ക് കൊടുക്കണം, നിങ്ങൾ കഴിക്കുന്ന അതേ ആഹാരം അവർക്ക് കൊടുക്കണം, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടി അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ പാടില്ല. ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുമ്പോൾ ഇതിൽ എന്ത് റെസ്ട്രിക്ഷൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതേ സമയത്ത് ഇപ്പുറത്ത് ബലം പ്രയോഗിച്ച് പ്രിസണേഴ്സ് ഓഫ് വാറിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർ അങ്ങനെയൊന്നും ചെയ്യൂല, അവർ ഇന്ന ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. എന്ന രീതിയിൽ അപകടകരമായിട്ടുള്ള ജോലി ചെയ്യാൻ പാടില്ല. പക്ഷേ മിനിമം ഫുഡ് കൊടുക്കുക, മിനിമം ഡ്രസ്സ് കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ ഉള്ളൂ. അതിനേക്കാൾ താഴെയാണ് ഇസ്ലാം കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനേക്കാളും താഴെയാണ് വരുന്നത്. പിന്നെ അവിടെ ഒന്ന് പറയുന്നത് അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുത് എന്നുള്ള നിയമമുണ്ട്. അതേ നിയമം ഇപ്പുറത്തുണ്ട്. അവിടെ നിയമം ഒന്നും പറഞ്ഞില്ല, അത് പറ്റൂല, നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇപ്പുറത്തോ ആ നിയമമുണ്ട്, അതിനേക്കാൾ കുറഞ്ഞ ആനുകൂല്യങ്ങൾ മാത്രം ഉണ്ടെടുത്ത് അത് ഓക്കെ ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അഗെയിൻ സാലുട്ടേഷൻ എന്ന് പറയുന്നത്, ഒരാളെ വിളിക്കുക എന്ന് പറയുന്നത്, അപ്പം എനിക്കറിയില്ല, ലിയാക്കത്തിന് ഒരാൾ നല്ല രീതിയിൽ മന്തി വാങ്ങിച്ചു കൊടുത്തു, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് എടാ ഡാഷിൻ്റെ മോനെ എന്ന് വിളിച്ചാൽ ലിയാക്കത്ത് എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, മന്തി കിട്ടില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. നമ്മളൊരാളെ അഭിസംബോധന ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലാതെ ആളെ തെറി വിളിച്ച് ആളെ ആക്ഷേപിച്ച് പിന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും കാര്യം, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഒരാളെ അഭിസംബോധന ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം അല്ലെങ്കിൽ ഇയാൾക്ക് പറയണം എന്നെ ആരെന്ത് വേണമെങ്കിൽ വിളിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, ആരെ വേണമെങ്കിലും തെറി വിളിച്ചോട്ടെ, ഡാഷിൻ്റെ മോൾ വിളിച്ച സന്തോഷം എന്ന് പറയെങ്കിൽ നമുക്കറിയില്ല, മന്തി വാങ്ങിച്ചു തന്നാൽ മതി, ട്രീറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ട്രീറ്റ് ചെയ്താൽ മതി. എനിക്കറിയില്ല, ലൈക്ക് ബുദ്ധിയുള്ള ആരും പറയാത്ത കുറേ വാദങ്ങൾ. അപ്പം അതാണ് നമ്മളിവിടെ കണ്ടത്. ഡാഡിയും മമ്മിയും കൊന്നിട്ട് അനാഥ ഉണ്ടാക്കിയിട്ട് അനാഥക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് മൂപ്പരുടെ കണ്ടുപിടുത്തം. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് സ്വർഗം വേണ്ടത്, നമുക്ക് സ്വർഗം കിട്ടാൻ ഇഷ്ടംപോലെ വഴികൾ. ഇപ്പം ഒരു അനാഥകൾ ഉണ്ടാക്കി, ഇപ്പം ലോകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് റിസോഴ്സസ് ഉണ്ടാകാൻ പറ്റുകയും ആളും പട്ടിണി കിടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കുറേ പേരെ പട്ടിണി ഇടണമെന്നില്ല, നമുക്ക് മറ്റു മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം സക്കാത്തിൻ്റെ വിഷയം, സക്കാത്ത് എല്ലാവരും കൊടുക്കണമെന്നില്ല, അതിന് കഴിവുള്ളവർ കൊടുത്താൽ മതി. അതിൻ്റെതായ രീതികളും ശാസ്ത്രങ്ങളും ഉണ്ട്. എന്ന് മാത്രമല്ല, ഈ മക്സദ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഉദ്ദേശത്തിനാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കരുത് എന്ന സ്വഭാവം ഒരു മൂല്യത്തെക്കുറിച്ച് പിന്നെ ഹദീസിൽ പറയുന്നു. അപ്പോൾ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ ഒരു സിനാരിയോ സങ്കല്പിക്കുക. അയൽക്കാരൻ അവിടെ ക്രൂരമായി ഇൻജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട എന്നുള്ളത് അതിൽ നിന്ന് കിട്ടുമോ? ഇല്ല. മറിച്ച് ഇവിടെ എന്തുകൊണ്ടാണ് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെ ഇരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നത്? കാരണം അയൽക്കാരൻ പട്ടിണി കിടക്കുക എന്ന് പറയുന്നത് അതൊരു സഫറിങ് പീരീഡാണ്. അതിന് സമാനമായിട്ടുള്ള ഏത് സഫറിങ്ങിലും അവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു വാല്യൂ ആണ് അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുക. ഈ വാല്യൂവിനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യണം, ഈ പറഞ്ഞ പോലെ അനാഥകളെ സഹായിക്കണം, ഭക്ഷണമില്ലാത്ത പട്ടിണിയുടെ നാളിൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഇസ്ലാം ഉദ്ദേശിക്കുന്ന കാര്യം മനുഷ്യരുടെ സഫറിങ്സ് കുറയ്ക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഏത് സിറ്റുവേഷനിൽ നമുക്ക് അപ്ലിക്കബിൾ ആണ്. അത് അടിമ തന്നെ ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ അടിമൻ്റെ വിഷയം, അടിമ എന്ന് പറയുന്ന പേര് എങ്ങനെയും മാറാം. മനുഷ്യർ അടിമകളാകുന്ന സാമൂഹിക ക്രമം എന്ന് പറയുന്നത് ഇന്നുമുണ്ട്. ഇപ്പോൾ എന്ന് മാത്രമല്ല, മനുഷ്യർ പല രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സാമൂഹിക ക്രമം എന്ന് പറയുന്നത് ഇന്നുമുണ്ട്. അവിടെയെല്ലാം ജസ്റ്റിസിൻ്റെ കൂടെ നിൽക്കുക, അവിടെയെല്ലാം അവരെ സഹായിക്കുക, അവിടെയെല്ലാം മനുഷ്യരുടെ സഫറിങ്സുകളെ കുറയ്ക്കുക. അത് ആ പറഞ്ഞ ഒബ്ജക്റ്റീവ് എന്താണ്? ആ ഒബ്ജക്റ്റീവിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് യൂണിവേഴ്സലാണ്, എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഞാൻ ഇതൊക്കെ വായിച്ചു തുടങ്ങുന്നൊരു സമയത്ത് എ ജബ്ബാറിൻ്റെ ഒരു വിമർശനം വായിച്ചത്, യുദ്ധം ചെയ്യുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ വാൾ എന്ന് പറയുന്നൊരു പ്രയോഗം ഒരിടത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ യുദ്ധം വാൾ കൊണ്ടല്ലല്ലോ, അപ്പോൾ പിന്നെ ആ പ്രയോഗം പിന്നെ എക്സ്പയർ ആയല്ലോ എന്ന സ്വഭാവത്തിൽ അതായത് ഇവർക്ക് എന്താണ് മീൻ ചെയ്യുന്നത്, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന അതിൻ്റെ കോറാണ്, അതിൻ്റെ മീനിങ് ആണ്, അതല്ലാതെ അതിൻ്റെ പുറത്തുള്ള വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെ, തീർച്ചയായും. ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇസ്ലാം എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രായശ്ചിത്തമായിക്കൊണ്ട്
കഫാറ ആയിക്കൊണ്ട് ചെയ്യാൻ പറയുന്ന ഒരു കാര്യമാണ് അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അടിമകൾ വേണമല്ലോ എങ്കിലല്ലേ മോചിപ്പിക്കാൻ പറ്റുള്ളത്. ഈ കഫാറയുടെ കാര്യം പറയുന്നതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട് എന്താണ്, നിങ്ങൾക്ക് അടിമയെ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 10 പേർക്ക് ഭക്ഷണം കൊടുക്കുക, അതിനും പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2 മാസം തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കുക. അപ്പം അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പം പ്രായശ്ചിത്തമായിട്ട് അടിമയെ മോചിപ്പിക്കുക എന്നത് മാത്രം ചെയ്യണമെന്നില്ല, പല ലിസ്റ്റുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് ചെയ്താൽ മതി. ചില സ്ഥലത്ത് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് അടിമയെ മോചിപ്പിക്കുക. അടിമയെ കണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമാണ് അടുത്ത ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനും പറ്റുന്നില്ലെങ്കിലാണ് അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് കൊണ്ട് ലിസ്റ്റ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നതും ഉണ്ട്. അപ്പോൾ പ്രായശ്ചിത്തം പറയുന്നിടത്തെല്ലാം തന്നെ അടിമയെ മോചിപ്പിക്കാൻ പറയുന്നതോടൊപ്പം തന്നെ വേറെയും ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഇവിടെ അടിമത്തത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രായോഗികമായി മാനവികമായി ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മനുഷ്യർ സ്വതന്ത്രരായിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നാസ്തികത ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഏതെങ്കിലും സ്വഭാവത്തിൽ എത്തീസം സ്വതന്ത്രമാക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയും? ഇല്ല. എത്തീസം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എത്തീസം ഈസ് ദ റൂട്ട് ഓഫ് ദിസ് എവിൽ. എത്തീസം ഈസ് ദ റൂട്ട് ഓഫ് ഓൾ എവിൽ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇതിൽ ശരിക്കും പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, മനുഷ്യർ ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ശരിക്കും റിജക്ഷൻ ഓഫ് ഗോഡ് എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഒരു വ്യക്തി മോഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി വ്യഭിചരിക്കുമ്പോൾ, ബലാത്സംഗം ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ചെയ്യരുത് എന്നുള്ള ദൈവത്തിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതെല്ലാം എത്തീസമാണ്. ഇൻ ദി സെൻസ് ഓഫ് ഇസ്ലാമിൻ്റെ സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. അപ്പോൾ എത്തീസം എന്ന് പറയുന്നത്, അല്ല, സ്ലാവറി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു എത്തിസ്റ്റിക് ആക്റ്റാണ്. അതിനെ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, പ്രായോഗികമായി തന്നെയുള്ള അങ്ങനെയുള്ള നിരവധി അടിമ മോചനങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇസ്ലാം അവിടെ ഉള്ളപ്പോൾ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസായിട്ടുള്ള എത്തീസത്തിൽ നിന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ബാലിശമായിട്ടുള്ള വിവരക്കെടാന്ന് മാത്രമേ ആവശ്യത്തിൽ പറയാനുള്ളൂ. ഇനി എന്താണ് ഇസ്ലാമിൻ്റെ വിഷയത്തിലുള്ള നിയമം വളരെ സിമ്പിളാണ്. ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ബന്ദികളെ പിടിക്കുകയാണെങ്കിൽ അവരെ ചില ഓപ്ഷൻസ് ഉണ്ട്. അത് ഒന്നെങ്കിൽ അവരെ എന്ത് ചെയ്യാം, വെറുതെ വിട്ടയക്കാം, അതല്ലെങ്കിൽ അവരെ റാൻസം ചെയ്ത് വിട്ടയക്കാം. ഇനി അവർ അപകടകാരികളാണ് എങ്കിൽ, അവർ യുദ്ധത്തിൽ വാർ ക്രൈംസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ ശിക്ഷ എക്സിക്യൂട്ട് ചെയ്യാം. അതല്ല എങ്കിൽ അവരെ അടിമകളായി പിടിക്കാം. ഇങ്ങനെ വ്യത്യസ്ത ഓപ്ഷൻസ് ഉണ്ട്. 4-5 ഓപ്ഷൻസ് നമുക്ക് വിഷയത്തിൽ കാണാൻ കഴിയും. ഈ ഓപ്ഷൻസിൽ ഏതെടുക്കണം എന്നുള്ളത് ആ ഭരണാധികാരിയാണ് തീരുമാനിക്കുന്നത്. ഭരണാധികാരിക്കുള്ള ഓപ്ഷനാണത്. ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ ഭരണാധികാരിക്ക് ചിലപ്പം ഇവരെല്ലാവരെയും വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിലൂടെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ മേ ബി വെറുതെ വിടുന്നതിലൂടെ ഒരു പക്ഷേ അവർ പിന്നീട് യുദ്ധം ചെയ്യാതിരിക്കുകയെ അതല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു ഇസ്ലാമിക് സൊസൈറ്റി അല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്താണോ ബെറ്റർ ആയിട്ടുള്ളത് ആ ഓപ്ഷനെ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ അവരെ വെറുതെ വിട്ടാൽ ഒരു പക്ഷേ അവർ നാളെ കൂടുതൽ ആയുധങ്ങളുമായി വന്നേക്കാം. അപ്പോൾ അത്തരം സമയത്തിൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട നിർബന്ധമായിരിക്കും. അപ്പോൾ അവരെ ചില ആളുകളെ ചിലപ്പോൾ ബന്ദികളാക്കി റെസ്ട്രിക്റ്റ് ചെയ്താലും പ്രശ്നങ്ങളുണ്ടാവാം. കാരണം അവർ കൂടുതൽ കലാപങ്ങൾ ഉണ്ടാക്കാം. അത്തരം ആളുകളെ നമുക്ക് കൊല്ലേണ്ടി വരും. സോ എന്താണോ ആ രാജ്യത്തിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, എന്താണോ ആ രാജ്യത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, ചിലപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ റാൻസം വാങ്ങിയിട്ട് വിടലായിരിക്കും. കാരണം അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ യുദ്ധത്തിന് വരാൻ അവർക്ക് ഫിനാൻഷ്യലി കഴിയില്ല. മാത്രമല്ല ഇനിയൊരു യുദ്ധം കൂടി പരാജയപ്പെട്ട അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇനിയും വേഴ്സൺ ആവും എന്ന് കരുതിയിട്ട് അവർ വരാതിരിക്കാം. സോ അങ്ങനെ എന്താണോ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് നോക്കിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, പ്രിഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇന്ന് ഏതാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അതായിരിക്കും ഒരു ഭരണാധികാരി തിരഞ്ഞെടുക്കുക. ഇത് ഓപ്ഷനിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഇതിൽ ഏത് ഓപ്ഷനും ഒരു മുസ്ലിം തിരഞ്ഞെടുക്കാം. അത് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ആ ഭരണാധികാരി അവിടുത്തെ പ്രോസും കോൺസും നോക്കിയിട്ടാണ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ അടിമയില്ലെങ്കിൽ എങ്ങനെയാ നമ്മൾ അടിമ മോചിട്ടും നടത്തുക എന്ന് കരുതിയിട്ട് ഒരാളും ചെയ്യില്ല. മുസ്ലിങ്ങൾ ആരും എന്താണെങ്കിലും ചെയ്യില്ല. കാരണം മുസ്ലിങ്ങൾ ആരും ലിയാഖത്തിനെ പോലെ മന്ദബുദ്ധികളല്ല എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത്. സോ ഇസ്ലാമിന്റെ നിലപാട് വിഷയത്തിൽ ഇങ്ങനെയാണ്. ഏതൊരു ആധുനിക രാഷ്ട്രവും അങ്ങനെയാണ് പ്രവർത്തിക്കുക. ബെറ്റർ റിസൾട്ട് നൽകുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഇസ്ലാമും അങ്ങനെയാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വഴിയായിരിക്കും ഇസ്ലാമും തിരഞ്ഞെടുക്കുക. തീർച്ചയായും. അപ്പം സ്വാഭാവികമായും എന്താണ് ഒരു സൊസൈറ്റിക്ക് മൊത്തത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന് മൊത്തത്തിൽ ഒരു ബെറ്റർ ഓപ്ഷൻ അപ്പം ഈ അടിമ വ്യവസ്ഥയുള്ളൊരു സമൂഹമാണെങ്കിൽ സ്വാഭാവികമായും നമ്മളുടെ ആളുകളും എന്ത് ചെയ്യും, യുദ്ധത്തിൽ അടിമകളായി പിടിക്കപ്പെടും. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ് എന്ന് തോന്നിയാൽ നമുക്ക് കരാറിൽ ഏർപ്പെടാം. എന്നിട്ട് ഇവിടെ അടിമസ്ഥം വേണ്ട എന്നുള്ള രീതിയിൽ എടുക്കാം.
അത് ഒരു ഓപ്ഷനാണ്. അത് ഭരണാധികാരികൾ, കാരണം ഇവർ അടിമകൾ എടുത്താൽ അവരും അടിമകൾ എടുക്കും, അവരടിമകൾ എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പം ഡിപ്പെൻസ് അപ്പൻ ദ സിറ്റുവേഷൻ, ഡിപ്പെൻസ് അപ്പൻ ദ സെനാരിയോസ്. ആ സെനാരിയോ അനുസരിച്ച് എന്താണോ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ചെയ്യാമെന്നുള്ളതാണ്. അതല്ലാതെ ഇസ്ലാമിൽ അടിമത്തം നിർബന്ധമല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ഓപ്ഷൻസ് ആൻഡ് ക്യാൻ ബി ചൂസൺ ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.